അസ്സലാമു അലൈക്കും. അനുഗ്രഹങ്ങളുടെയും കാരുണ്യത്തിൻ്റെയും മാസമായ റമളാനിൽ പരമാവധി നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് സ്വർഗ്ഗജീവിതം സ്വന്തമാക്കാൻ നമുക്ക് സാധ്യമാവട്ടെ എന്ന പ്രാർത്ഥനയോടെ സിറ്റി ഫ്ലവർ പ്രവാസ ജാലകത്തിൻ്റെ മറ്റൊരധ്യായത്തിന് ഇവിടെ തുടക്കമാകുന്നു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സിറ്റി ഫ്ലവർ പ്രവാസ ജാലകത്തിൻ്റെ റമളാൻ ആശംസകൾ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كافها يا عين صاد. ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا وإني خفت الموالي من ورائي وكانت امرأتي عاقرا فهب لي من لدنك وليا يرثني ويرث من آل يعقوب واجعله رب رضيا يا زكريا إنا نبشرك بغلام اسمه يحيى لم نجعل له من قبل سميا. ഇസ്ലാമിനെക്കുറിച്ചുള്ള വലിയ തെറ്റിദ്ധാരണകൾ ഇല്ലാതാക്കാൻ ഈ അധ്യായം സഹായിക്കുമെങ്കിൽ ഞങ്ങൾ എത്രമാത്രം കൃതാർത്ഥരാണ്. കവർ സ്റ്റോറി. ഇസ്ലാമിനെ അറിയുക, നീതിയോടൊപ്പം നിൽക്കുക തുടരുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലിങ്ക് പെൻസ്, സൗദി അറേബ്യ and all other GCC countries. Link Pens for life. അഞ്ചുനേരം നമസ്കരിച്ചോ മുസൽമാനേ, റമളാനിൽ നോമ്പു നോറ്റോ മുസൽമാനേ. അഞ്ചുനേരം നമസ്കരിച്ചോ മുസൽമാനേ, റമളാനിൽ നോമ്പു നോറ്റോ മുസൽമാനേ. കഴിവുള്ള സക്കാത്ത് കൊടുത്തോ മുസൽമാനേ, കനിവീറും നന്മകൾ ചെയ്തോ മുസൽമാനേ. സ്വന്തം നാടിനോടും സ്വന്തം സഹോദരങ്ങളോടും സ്വന്തം അയൽവാസിയോടും സ്വന്തം ജനതയോടും ലോകത്താകമാനം നന്മ മാത്രം പ്രകാശിപ്പിക്കുവാനും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നീതിയോടൊപ്പം നിൽക്കുവാനും ആവശ്യപ്പെടുന്ന ഇസ്ലാം എന്ന സത്യമതത്തെ വികലമായി ചിത്രീകരിക്കുവാൻ ശ്രമിക്കുന്ന കറുത്ത ശക്തികൾക്കെതിരെ കനത്ത താക്കീതായി ഫ്രണ്ട്സ് ക്രിയേഷൻ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജിദ്ദയിലെ ബിസിനസ് പ്രമുഖൻ അമീർ ചെറുകോട് പറഞ്ഞ വാക്കുകളേറെ പ്രസക്തമാണ്. പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം നീക്കിവെച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന് ഒറ്റക്കെട്ടായിട്ട് മറ്റുള്ള സഹോദരങ്ങൾ മുന്നിലേക്ക് വളരെ വലിയ വിശാലമായൊരു ലോകമാണ് പരിശുദ്ധ ഖുർആനിൽ. കുഞ്ഞു ജനിച്ചു വീണ് മരിക്കുന്നത് വരെയും മരിക്കുന്നതിന് ശേഷമുള്ള ജീവിത വ്യവസ്ഥ നല്ലൊരു കൈപുസ്തകമാണ്. ഈ പരീക്ഷണശാലയിൽ നമ്മൾ വിജയിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് സ്വർഗമുണ്ടാവും. അതുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുക. ഇസ്ലാമിന്റെ തനതായ രീതിയിൽ
പരിചയപ്പെടുത്തി കൊടുക്കുക. അവിടെ സംഘടനാ സെറ്റപ്പോ കാര്യങ്ങൾക്കപ്പുറം നമ്മൾ ചെയ്യേണ്ടത് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് വേണ്ടത്. കാരുണ്യത്തിന്റെ പദമായ ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖം എല്ലാ ജനവിഭാഗങ്ങളിലേക്കും എത്തിക്കുവാൻ ഫ്രണ്ട്സ് ക്രിയേഷൻസ് നടത്തുന്ന സേവനങ്ങൾ അദ്ദേഹം അഭിനന്ദിക്കുകയുണ്ടായി. ജീവിതത്തിന്റെ നികല മേഖലകളെയും അനാവരണം ചെയ്യുന്ന ഇസ്ലാം നമ്മുടെ ജീവിതങ്ങൾക്കെല്ലാം തന്നെ വഴികാട്ടിയാണെന്നും സ്നേഹത്തിന്റെ ഭാഷയിൽ മാത്രം സംസാരിക്കുന്ന ഇസ്ലാമിന് രക്തത്തിന്റെ ചുവന്ന നിറം നൽകുന്നവർ ഈ മതത്തെ മറ്റു മതസ്ഥർക്കിടയിൽ തെറ്റായി പ്രചരിപ്പിക്കുകയാണെന്നും പ്രമുഖ മതപണ്ഡിതനും എഴുത്തുകാരനുമായ ഹനീഫ് പുല്ലേപ്പറമ്പ് വ്യക്തമാക്കി. ഖുർആൻ ഏറ്റവും നല്ല ഒരു മാർഗദർശകമായ ഗ്രന്ഥമാണ്. ഏതൊരു പ്രദേശത്തേക്കും ഏതൊരു നാട്ടിലേക്കും ഏത് കാലഘട്ടത്തിലേക്കും അനുയോജ്യമായിട്ടുള്ള ഒരു സംവിധാനമാണ്. ജൂതന്മാരും ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ മജൂസികളുമൊക്കെ നിലനിന്നിരുന്ന നാടുകളിൽ പോലും ഈ ഖുർആൻ ഏന്തിക്കൊണ്ടാണ് സഹാബാക്കൾ പ്രബോധനം നടത്തിയത്. അതുകൊണ്ട് അതാണ് നമ്മുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള വിളക്ക്. ആ വെളിച്ചത്തിൻ്റെ പ്രകാശത്തിൽ നിന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ആ ചര്യയിൽ ഊന്നി നിന്നുകൊണ്ട് മുന്നേറണമെന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും എന്നോടെന്ന പോലെ അഭ്യർത്ഥിക്കുകയാണ്. ഒരു കാലത്ത് സ്ത്രീജന്മം ഏറ്റവും കൊടിയ ശാപമായി കണ്ടുവന്നിരുന്ന ഒരു സമൂഹത്തെ സ്ത്രീകളെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും പഠിപ്പിച്ച മതത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് ശരിയല്ലെന്ന് ഷാഹിദ നാസിർ അഭിപ്രായപ്പെട്ടു. ലോകത്തെവിടെയും മുസ്ലിം സ്ത്രീയുടെ പ്രതിരൂപം ഹാജറ റളിയല്ലാഹു അൻഹയാണ്. ഒരിടത്ത് യുദ്ധങ്ങൾ, മറ്റൊരിടത്ത് പൗരോഹിത്യവും യാഥാസ്ഥിതികയും, ഇനിയും ഒരിടത്ത് ലോകത്തിൻ്റെയും മതത്തിൻ്റെയും നിയമങ്ങൾ. ഇവയെല്ലാം ചേർന്ന് പ്രയാസമാകുന്ന സഫാ മർവകൾക്കിടയിൽ എത്തും പിടിയുമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം സ്ത്രീകൾ. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ അന്തസ്സും അവകാശവും സ്ഥാപിച്ചു കൊടുത്ത മതമാണ് ഇസ്ലാം എന്ന്. സ്ത്രീയെ ജീവനോടെ കുഴിച്ചു മൂടുന്ന അവസ്ഥയിൽ നിന്ന് സ്വത്തിലേക്ക് അവകാശമുള്ള സ്ഥിതിയിലേക്കുള്ള സ്ത്രീയുടെ പരിണാമം, സ്ത്രീക്ക് കർത്തൃത്വ പദവി വകവെച്ച് നൽകിയ മതമാണ് ഇസ്ലാം. ഐഷ റളിയല്ലാഹു അൻഹ, ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ എന്നിവരൊക്കെ വ്യക്തിത്വമുള്ള മനുഷ്യർ എന്ന നിലയിൽ സ്വയം പര്യാപ്തത നേടിയതും അതുകൊണ്ട് തന്നെ. ആധുനിക കാലത്തിന് പാകമായി എല്ലാ സംസ്കാരവും സമ്മാനിക്കുന്ന ഇസ്ലാമിനെ മറ്റു മതസ്ഥർക്കിടയിൽ മോശമായി ചിത്രീകരിക്കുവാൻ അവസരമൊരുക്കുന്നത് ചില മുസ്ലിം നാമധാരികളായ പണ്ഡിതന്മാരാണെന്നും ഇസ്ലാമിൽ പൗരോഹിത്യമില്ലെങ്കിലും ഭൗതിക താൽപര്യങ്ങൾക്കായി ഇസ്ലാമിൽ പൗരോഹിത്യം അടിച്ചേൽപ്പിക്കുന്നവരാണ് ഈ മതത്തെ 16ാം നൂറ്റാണ്ടിന്റെ ആലിൽ കൊണ്ടുപോയി കെട്ടുന്നതെന്നും ഷാഹിദ നാസിർ വ്യക്തമാക്കി. സ്ത്രീ ജോലി ചെയ്യുന്നത് ഇസ്ലാമിലെ കേട്ടില്ല. വിദ്യാഭ്യാസവും വ്യാപാരവും അവൾക്ക് അവകാശപ്പെട്ടതാണ്. സമൂഹത്തിലെ ജീർണതകൾക്കും മാമൂലുകൾക്കും എതിരെ സ്ത്രീയാണ് രംഗത്തിറങ്ങേണ്ടത്. മതരംഗം വ്യവസായവൽക്കരിക്കപ്പെടുന്ന ഇക്കാലത്ത് ചൂഷണമുക്തമായ മതദർശനങ്ങളെ അടുത്തറിയുവാൻ അമാന്തം കാണിക്കുന്നത് അപകടമായിരിക്കും. ധാർമ്മിക മൂല്യങ്ങളും സ്ത്രീ സമൂഹവും എന്ന വിഷയത്തിൽ സംസാരിച്ച നദീറ ശംസുദ്ദീൻ പങ്കുവച്ച സത്യങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഒരു സ്ത്രീ നന്നായാൽ കുടുംബം നന്നായി, അനേകം കുടുംബങ്ങൾ നന്നായാൽ സമൂഹവും മാറ്റങ്ങൾക്ക് വിധേയമാവും. നിർഭാഗ്യവശാൽ നമ്മുടെ സഹോദരിമാർ ആധുനിക കാലത്തിന്റെ പ്രലോഭനങ്ങൾ കടിപ്പെട്ട് സ്വന്തം ജീവിതത്തെ മറ്റുള്ളവർക്കായി വിട്ടുകൊടുത്തിരിക്കുകയാണ്. വിദ്യാഭ്യാസം നേടുന്ന മുസ്ലിം യുവതികൾ അവരുടെ ധാർമ്മികതയെ മറന്നു പോകുന്നു എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്തും PG പഠിക്കുന്ന സമയത്തും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന, എൻ്റെ കൂടെ പഠിച്ചിരുന്ന ക്ലാസ്മേറ്റ്സ് അവരെങ്ങനെയാണ് അവരുടെ ക്യാമ്പസിൽ ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ എന്തായിരുന്നു എങ്ങനെയാണ് അവരുടെ പെരുമാറ്റം എന്ന് എനിക്ക് എൻ്റെ അനുഭവത്തിൽ കൂടെ അറിയുന്നതാണ്. കാരണം എന്താണെന്ന് എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളൊരു 5-6 ക്ലാസ് വരെ അവരവരുടെ ഉമ്മൻ്റെ ചിറകിൻ്റെ അടിയിലാണ്. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ചില മക്കളുണ്ട് അതിന് വിരുദ്ധമായിട്ട്, എന്നാലും മിക്ക മക്കളും എനിക്ക് തോന്നുന്നു അത് ചെയ്യരുത്, അത് ചെയ്യില്ല, ഇത് ചെയ്യണം, അത് ചെയ്യും. ഒരു റിമോട്ട് എപ്പോഴും, ഒരു കൺട്രോൾ എപ്പോഴും പാരൻസിൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അവരൊന്ന് 7-8 ഒക്കെ ആകുമ്പം അവരുടെ ഹോർമോണിൽ തന്നെ 8, 9, 10 ഒക്കെ ആകുമ്പോൾ അവരുടെ ഹോർമോണിൽ തന്നെ നല്ല ചേഞ്ച് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താണിത് പാരൻസ് പറയണത് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ സ്നേഹവാത്സല്യത്തോടെ പറഞ്ഞു കൊടുക്കുക. അല്ലാണ്ട് നമ്മൾ
നീ അത് ചെയ്യരുതെന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ മക്കളെ അടിച്ചില്ല. മുമ്പത്തെ കാരണവന്മാരും ആൾക്കാരൊക്കെ പറയണത് കേട്ടിട്ട് അതേപോലെ നടന്നിട്ടുണ്ടാവാം. പക്ഷെ ഇന്നത്തെ തലമുറ അങ്ങനെയല്ല. അവർക്ക് എല്ലാ വിവരങ്ങളും അവരുടെ വിരൽത്തുമ്പുകൾക്കിടയിലുണ്ട്. അപ്പോൾ അവർ അതിന് ഉത്തരം അവർ തന്നെ കണ്ടെത്തും. അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ പറയണ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം കൂടി കുട്ടികൾക്ക് തീർച്ചയായും പറഞ്ഞു കൊടുക്കണം. ഇന്റർനെറ്റിന്റെയും ടെലിവിഷന്റെയും ആഡംബര വസ്തുക്കളുടെയും പ്രഭാവലയങ്ങളിൽ വിലപ്പെട്ട സമയത്തെയും ജീവിതത്തെയും ഹോമിച്ചു കളയുന്ന സഹോദരിമാർ സ്വന്തം ജീവിതത്തെ മാത്രമല്ല അടുത്ത തലമുറയുടെ ജീവിതത്തെ കൂടി നാശത്തിലേക്ക് നയിക്കുകയാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. ഇപ്പോഴത്തെ ലൈഫ് തന്നെ നമ്മുടെ ഒരു പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മാക്സിമം എൻജോയ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു പോളിസിയിലാണ് പോകുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ എൻജോയ് ഒക്കെ വേണം, പക്ഷെ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളെ ഇസ്ലാമികമായ ആ ചട്ടക്കൂടിൽ, ഇസ്ലാം ചട്ടക്കൂട് എന്ന് പറഞ്ഞാൽ അങ്ങനെ മാത്രം 4 മതിലിൻ്റെ ഉള്ളിൽ മാത്രം ഇരിക്കണം എന്നല്ല. പക്ഷെ നമുക്ക് ഇസ്ലാമാണ് നമുക്ക് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം നൽകിയ ഒരു മതം. അപ്പം എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തത്, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇസ്ലാം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു രീതിയിൽ നമ്മൾ എന്നും നമ്മളുടെ പ്രവർത്തികൾ കണ്ടിട്ട് നമ്മളെ മക്കൾ തീർച്ചയായും അത് അനുകരിക്കും. You wish it. We have it. City Flower Department Stores. നൂതന സാങ്കേതികതയുടെ സഹായത്താൽ തക്ക സമയത്ത് രോഗനിർണയം നടത്തി ചികിത്സിച്ചതുകൊണ്ട് എന്റെ കുട്ടി ഇപ്പൊ സേഫാണ്. രോഗികൾക്ക് ഞങ്ങളിലുള്ള വിശ്വാസം, അതാണ് ഞങ്ങളുടെ കരുത്ത്. സമ്പൂർണ്ണ ആരോഗ്യത്തിന്റെ സംതൃപ്തി ഇനി നിങ്ങളുടെ കുടുംബങ്ങളിലും. സഫ മക്ക പോളിക്ലിനിക് ആൻഡ് ഫാമിലി ക്ലിനിക്, ഇഖാമ ബലദിയ മെഡിക്കൽ സെന്റർ, ബത്ത, റിയാദ്. ആതുര സേവനം 24 മണിക്കൂറും. ചില ചോദ്യങ്ങൾ, അവയുടെ ഉത്തരങ്ങൾ, ഇവയിലൂടെ ഇസ്ലാമിക ലോകത്തിന്റെ ചരിത്രങ്ങളിലേക്ക് പ്രേക്ഷക മനസ്സുകളെ ആനയിക്കുവാനാണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത്. റിയാദിലെ മദ്രസ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പ്രശ്നോത്തരി മത്സരത്തിന്റെ പ്രസക്ത ഭാഗങ്ങളിലൂടെ ഇസ്ലാമിക പ്രശ്നോത്തരി. ആരാണ് നമ്മുടെ ഭരണാധികാരി, നമ്മുടെ രാജാവ് ആരാണ്? ശരിക്കും ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് പരസ്പരം ഡിസ്കസ് ചെയ്തിട്ട് പറയൂ. എങ്ങനെ? സോറി പോയി. ഓക്കെ, കിങ് അബ്ദുള്ള ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ്, അതാണ് പൂർണ്ണമായ പേര് കേട്ടോ. തെൽബിയത്ത് എങ്ങനെ ചൊല്ലാം? നമുക്കറിയാം തെൽബിയത്ത് നന്നായിട്ട് ചൊല്ലുക. തെൽബിയത്ത് അറിയാലോ, സംസമാണ് അടുത്ത്. സംസം തെൽബിയത്ത് ചൊല്ലണം. എന്താ തെൽബിയത്ത് എല്ലാം മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, തെൽബിയത്ത് ചൊല്ലിക്കോളൂ. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക. ഓ, നല്ലൊരു കൈയടി. ഓ, സൂപ്പർ 1 മാർക്ക്. ഓക്കെ, തെൽബിയത്ത് നന്നായിട്ട് ചൊല്ലി. ഓക്കെ, അത് സംസം. നെക്സ്റ്റ്, അലി മിയാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രമുഖ പണ്ഡിതനാരാണ്? അലി മിയാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രമുഖ പണ്ഡിതൻ. ചെറിയ ക്ലൂ തരാം, ഇന്ത്യക്കാരനാണ്. അറിയില്ല? ഓക്കെ, സഫ വളരെ പ്രമുഖനായ ഇസ്ലാമിക പണ്ഡിതനാണ്. ടീം സഫക്ക് അറിയില്ല. ടീം മർവ അറിയില്ല. ടീം സംസം അറിയില്ല. നേരെ സീനിയേഴ്സിന് പോവുകയാണ്. അബുൽ ഹസൻ അലി നദവി. എന്താ പേരെന്താ? ANP നമ്മുടെ സഹോദരനാണ്, നമ്മുടെ സഹപ്രവർത്തകൻ കൂടിയാണ്. ഓക്കെ ആണല്ലോ? സഫയാണ് പറയേണ്ടത് കേട്ടോ. വിശുദ്ധ ഖുർആനിൽ എത്ര തവണ ബിസ്മി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ബിസ്മി എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് എന്ന് പറയേണ്ടത് ടീം സഫ. ടീം സഫ പറയുക, ബിസ്മി എത്ര പ്രാവശ്യം വരുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ? 114. വളരെ കറക്റ്റ് ആൻസർ ആണ്. 114. നല്ല കൈയടി. ഓക്കെ, 114 തവണയാണ് ബിസ്മി വരുന്നത്. ഗുഡ്, കറക്റ്റ് ആൻസർ. ഓക്കെ, ഇത് ഒരു സൂറത്തിൽ വളരെ പ്രാവശ്യം വരുന്നുണ്ട്. എത്ര പ്രാവശ്യം ഞാൻ പറയുന്നില്ല, അത് ഏത് സൂറത്തിലാണെന്നുള്ളതാണ് ചോദ്യം. ടീം സംസം പെട്ടെന്ന്. സൂറത്തുർ റഹ്മാൻ കറക്റ്റ് ആൻസർ. നല്ല കൈയടി. സൂറത്തുർ റഹ്മാൻ. കുട്ടികൾക്ക് വളരെ സ്മാർട്ട് ആണ്. അടുത്ത്, ഓക്കെ, ഏറ്റവും കൊടിയ പാപം, ഇസ്ലാമിലെ ഏറ്റവും കൊടിയ പാപം ഏതാണ്? സംസം ശ്രദ്ധിക്കുക, സംസം പറയണം. ഷിർക്ക്, പങ്കു ചേർക്കൽ, അള്ളാഹുവിൽ പങ്കു ചേർക്കൽ, ഒരിക്കലും അത് മാപ്പില്ലാത്തതാണ്. ഓക്കെ, നെക്സ്റ്റ്, ഹിറ. അത് ആൻസർ പറയേണ്ടത് ഹിറയാണ്. ആരാണ് ഈ വ്യക്തി? വളരെ പ്രമുഖനാണ് അദ്ദേഹം. ലോകത്തിന് അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? കിങ് അബ്ദുള്ള ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ്. ഓക്കെ, കിങ് അബ്ദുള്ള. നെക്സ്റ്റ്, സഫ. ആരാണ് ഇദ്ദേഹം? ഐഡന്റിഫൈ ദിസ് പേഴ്സൺ. ആ സ്ക്രീനിലേക്ക് നോക്കി. ആരാണ്? സദ്ദാം ഹുസൈൻ. കറക്റ്റ് ആൻസർ. നല്ല കൈയടി. സദ്ദാം ഹുസൈൻ. നെക്സ്റ്റ്, മർവ പറയുക. ആരാണ് ഇദ്ദേഹം? വെരി സിമ്പിൾ, വളരെ പ്രമുഖനാണ്. ടീം സംസം അറിയില്ല. യൂസുഫ് അലി. എന്ത് യൂസുഫ് അലി?
MA യൂസുഫ് അലി. ഓക്കെ, മാർക്ക് കൊടുക്കാം. MA യൂസുഫ് അലി. സംസം പറയണേ എന്താണ് സംഭവം എന്നുള്ളത്. നിങ്ങളെ പിറകിൽ ഒരു പള്ളി കാണുന്നു, ഒരു മസ്ജിദ് കാണുന്നു. ഏതാണ് മസ്ജിദ്? ഏത് ജുമാ മസ്ജിദ്? എല്ലാം ജുമാ മസ്ജിദാണ്. എവിടുത്തെ സ്ഥലം പറയൂ. അറിയില്ല. ടീം ഹിറ. മസ്ജിദുൽ അക്സ. സോറി. ടീം സഫ. കുതുബ് മിനാർ. സോറി, നോ. ടീം മർവ. കറക്റ്റ് ആൻസർ. ഡൽഹി. നല്ലൊരു കയ്യടി. You wish it. We have it. City Flower Department Stores. പ്രിയപ്പെട്ടവരുടെ സ്വപ്ന സാക്ഷാത്കാരം. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ ഷിഫ അൽ ജസീറ പോളിക്ലിനിക്, ബത്ത, റിയാദ്, സൗദി അറേബ്യ. അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, പ്രഗത്ഭരായ മലയാളി ഡോക്ടർമാർ, മിതമായ ചികിത്സാ നിരക്ക്, മികച്ച സേവനം. ഇക്കാമ ബലദിയ മെഡിക്കൽ സെന്റർ, റോയൽ സഫ മക്ക പോളിക്ലിനിക്, ബത്ത. വാർത്തകൾ, വിശേഷങ്ങൾ. ഇഫ്താർ സൗഹൃദ സംഗമങ്ങളുടെ ഊഷ്മളതയിലേക്ക് ഫ്രണ്ട്സ് ക്രിയേഷൻസിന്റെ ക്യാമറ കണ്ണുകൾ കടന്നു ചെല്ലുന്നു. കാണുക. ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെയും മറ്റ് ബിസിനസ് സമൂഹത്തിന്റെയും സഹകരണത്തോടെ റിയാദിലെ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ ഇഫ്താർ ശ്രദ്ധേയമായി. ഷിഫ സനയിലെ 1500ഓളം തൊഴിൽ സമൂഹം ജോലി ചെയ്യുന്ന ബലദിയ ക്യാമ്പിൽ വെച്ച് നടന്ന ഇഫ്താർ വിരുന്നിൽ മുഴുവൻ സംഘടനാ പ്രതിനിധികളും പങ്കാളികളായി. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ മൊയ്തീൻ കോയ അധ്യക്ഷത വഹിച്ചു. റിയാദിലെ പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ മൊയ്തീൻകുട്ടി തെന്നല സംഗമം ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ മതപണ്ഡിതനും എഴുത്തുകാരനുമായ MM നദിവി റമദാൻ ഉദ്ബോധന പ്രഭാഷണം നടത്തി. കാരുണ്യത്തിന്റെയും പുണ്യങ്ങളുടെയും റമദാനിൽ നന്മ വർദ്ധിപ്പിക്കുകയും തിന്മ ഉപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് പരമാവധി നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ വിശ്വാസി സമൂഹം തയ്യാറാവണമെന്ന് MM നദിവി പറഞ്ഞു. സൗദി ദേശീയ ലഹരി വിരുദ്ധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ റിയാദിൽ നടക്കുന്ന ലഹരി വിരുദ്ധ പ്രദർശനത്തിൽ മലയാള സാന്നിധ്യമായി സുബൈർ കുഞ്ഞ് ഫൗണ്ടേഷന്റെ പവലിയൻ ശ്രദ്ധേയമാകുന്നു. പ്രവാസികൾക്കിടയിലെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് റിസ നൽകുന്ന സേവനം പരിഗണിച്ചാണ് സൗദിയിലെ വിവിധ സർക്കാർ, അർദ്ധ സർക്കാർ വിഭാഗങ്ങൾക്കൊപ്പം എക്സിബിഷനിൽ ദേശീയ സമിതി പ്രവാസി സംഘടനയ്ക്ക് പവലിയൻ അനുവദിച്ചത്. സൗദി ലഹരി വിരുദ്ധ സമിതിയുടെ സഹകരണത്തോടെ കഴിഞ്ഞ 2 വർഷമായി റിസ റിയാദിൽ വിപുലമായ പ്രവർത്തനങ്ങളാണ് നടത്തിപ്പോരുന്നത്. സൗദിയുടെ വിവിധ പ്രവിശ്യകളിലെ സ്കൂൾ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പങ്കെടുപ്പിച്ച് മുൻവർഷങ്ങളിൽ റിസ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ പ്രതിജ്ഞാ ചടങ്ങിലൂടെ 10,000-കണക്കിന് കുട്ടികളിലേക്ക് ലഹരി വിരുദ്ധ സന്ദേശം കൈമാറാൻ കഴിഞ്ഞതായി ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ S. അബ്ദുൽ അസീസ് പറഞ്ഞു. ഏറ്റവും നല്ല ലഹരി വിരുദ്ധ സന്ദേശവാചകം സമർപ്പിക്കുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സമ്മാനം ഒരുക്കിയിട്ടുമുണ്ട്. മയിൽപീലി റിയാലിറ്റി ഷോ. അഴകുള്ള ഫാത്തിമ, അരുമപ്പു ഫാത്തിമ, അല്ലാന്റെ ദൂതരെ പൂമോള് ഫാത്തിമ, അലിയാര തങ്ങൾക്ക് ഇണയൊത്ത ഫാത്തിമ. അഴകുള്ള ഫാത്തിമ, അരുമപ്പു ഫാത്തിമ, അല്ലാന്റെ ദൂതരെ പൂമോള് ഫാത്തിമ, അലിയാര തങ്ങൾക്ക് ഇണയൊത്ത ഫാത്തിമ. ഭക്തിഗാനങ്ങളുടെ അവസാനിക്കാത്ത ഉറവുകൾ പ്രേക്ഷക മനസ്സുകൾ കീഴടക്കാതിരിക്കില്ല. മയിൽപീലി റിയാലിറ്റി ഷോ തുടരുന്നു. മയിൽപീലി റിയാലിറ്റി ഷോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിർവൃതി. റോയൽ മലബാർ, ദ നമ്പർ 1 മൾട്ടി കുസിൻ റെസ്റ്റോറന്റ്. വൈവിധ്യം, മലബാറിന്റെ തനതായ രുചിക്കൂട്ട് ആൻഡ് ദ ബെസ്റ്റ് കോമ്പിനേഷൻ ഓഫ് നോർത്തേൺ ചൈനീസ്. 200-ൽ പരം സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള കിഴക്കൻ പ്രവിശ്യയിലെ ഒരേ ഒരു റെസ്റ്റോറന്റ് റോയൽ മലബാർ റെസ്റ്റോറന്റ്, അൽ ബിലാദ് മാൾ, നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്, ദമാം. ൂറും
ഇടവേള. Every moment in life makes a moment of smile. Cherish your moments of every smile. Always switch on the smile. Always. Fast Track, not just electronics, Smiletronics. ABC കാർഗോയിലൂടെ പാഴ്സലുകൾ അയക്കൂ. ഇനി ഇന്ത്യയിൽ എവിടെയും വേഗത്തിലും സുരക്ഷിതമായും നിങ്ങളുടെ പാഴ്സലുകൾ എത്തിക്കൂ. നിരവധി സമ്മാനങ്ങളും നേടൂ. നമ്പർ 1 in KSA. ABC Cargo, Head Office Riyadh, Branches Jeddah, Dammam, Al-Khobar, Jubail, Buraida, Mecca, Lulu Hypermarket and Nesto Hypermarket. റമളാനിന്റെ നന്മകളെ വാഴ്ത്തിപ്പാടുന്ന മഹത്തായ വരികളിൽ കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സ് നിർമ്മലമാകുന്നു. മാപ്പിളപ്പാട്ടിന്റെ പുതിയ താളലയങ്ങൾ, ഇശലുകൾ എന്നീ സെഗ്മെന്റിൽ നമുക്ക് കാണാം. സമാനിൻ കൂരിരുൾ കാട്ടിൽ സബാഹിൻ പൂവിടേരുമ്പോ സമാനിൻ കൂരിരുൾ കാട്ടിൽ സബാഹിൻ പൂവിടേരുമ്പോ കൽബുണരൂ കണ്ണുണരൂ സുബഹി വിളി കേട്ട് നീയുണരൂ സമാനിൻ കൂരിരുൾ കാട്ടിൽ സബാഹിൻ പൂവിടേരുമ്പോ മണ്ണിൻ മടിയിൽ തിരുനെറ്റി സുജൂദിൽ ചേർത്ത് ഒതുക്കുമ്പോൾ ചുണ്ടിൽ ഒരു വിടലെന്റെ ഇലാഹി കൽവിൻ നിലയന്തേ ചുണ്ടിൽ ഒരു വിടലെന്റെ ഇലാഹി കൽവിൻ നിലയന്തേ ഇലാഹി കൽവിൻ നിലയന്തേ സമാനിൻ കൂരിരുൾ കാട്ടിൽ സബാഹിൻ പൂവിടേരുമ്പോ സമാനിൻ കൂരിരുൾ കാട്ടിൽ സബാഹിൻ പൂവിടേരുമ്പോ സുബ്ഹാനവന്റെ സ്തുതിമൊഴിയിൽ സ്വയം മറന്ന് മുഴുകുമ്പോൾ സുബ്ഹാനവന്റെ സ്തുതിമൊഴിയിൽ സ്വയം മറന്ന് മുഴുകുമ്പോൾ കരളിൽ കനിഞ്ഞ നിശ്വാസം നാളെ സ്വർഗമണയുമ്പോൾ എന്ന സ്വർഗത്തിലാഹി ഇനിയൊരു പിറവി തരൂ എന്ന സ്വർഗത്തിലാഹി ഇനിയൊരു പിറവി തരൂ ഇലാഹി ഇനിയൊരു പിറവി തരൂ സമാനിൻ കൂരിരുൾ കാട്ടിൽ സബാഹിൻ പൂവിടേരുമ്പോ സമാനിൽ കൂരിരുൾ കാട്ടിൽ സബാഹിൻ പൂവിടേരുമ്പോ
കൽബുണരൂ കണ്ണുണരൂ സുബഹി വിളി കേട്ട് നീയുണരൂ സമാനിൻ കൂരിരുൾ കാട്ടിൽ സബാഹിൽ പൂവിടേരുമ്പോ പരസ്പരം സ്നേഹിക്കുക, സമൂഹത്തിന്റെ കണ്ണുനീരൊപ്പാൻ കൂട്ടായ്മകൾ പണിതുയർത്തുക. നമ്മുടെ ലക്ഷ്യം ഒന്നു മാത്രം, ചിരിക്കുന്ന ലോകവും സംതൃപ്തമാർന്ന മനുഷ്യലോകവും. ഭൂമുഖത്തിനി ഒരിക്കലും യുദ്ധമുഖങ്ങൾ തുടങ്ങുവാൻ നാം ആരെയും അനുവദിക്കരുത്. ശാശ്വത സൗഹൃദത്തിന്റെ ലോകത്ത് നമുക്ക് സ്വർഗം പണിതുയർത്താം. ഞാൻ ആലിയ ഹനീഫ. അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടും വരെ മസലാം.